നടൻ ദേവൻ ഈ പറഞ്ഞ പോലെ TV-ക്ക്, അതായത് തമിഴ് വെട്രിക്കഴകം എന്ന് പറഞ്ഞ വിജയ് ഉണ്ടാക്കിയ അതേ പാർട്ടി തമിഴ്നാട്ടിൽ ക്ലച്ച് പിടിച്ചു. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരുപക്ഷെ 1.5 വർഷം മാത്രം പഴക്കമുള്ള ഒരു പാർട്ടി തമിഴ്നാട്ടിൽ വേരുറപ്പിച്ചു, പാർട്ടി പിടിച്ചു, തമിഴ്നാട് പിടിച്ചു എന്നുള്ളത് സത്യാവസ്ഥ. അപ്പോൾ അതേപോലെ അതേ TV-ക്കയുടെ പിൻബലത്തിൽ നടൻ ദേവനിലൂടെ കേരളം TV-ക്ക് പിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അപ്പം ഇന്നലെ TV-ക്കയുടെ പല നേതാക്കന്മാരും വിജയുടെ സപ്പോർട്ടോടു കൂടിയാണ് ദേവനെ പോയി കണ്ടു എന്നുള്ള വാർത്തകൾ വന്നായിരുന്നു. ദേവൻ അത് നിഷേധിച്ചില്ല. ദേവൻ പറഞ്ഞത് വിജയ് അയച്ച പ്രതിനിധികളുമായിട്ട് സംസാരിച്ചു എന്നുള്ളതും വിജയായിട്ടുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ച ഇപ്പോൾ അടുത്തുണ്ടാകും എന്നുള്ളതും. ഇതൊന്നും കൂടാണ്ട് അദ്ദേഹം പറഞ്ഞത് BJP അദ്ദേഹത്തോടൊരു ഐത്തം തൊട്ടുകൂടായ്മ കാണിച്ചു എന്നുള്ള സാധനം അദ്ദേഹം പറയുന്നുണ്ട്. 2023 സുരേന്ദ്രൻ അദ്ദേഹത്തെ BJPയുടെ വൈസ് പ്രസിഡന്റ് ആക്കി. ഇതാക്കിയിട്ട് പോലും അദ്ദേഹത്തോട് പറഞ്ഞില്ല താൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്, തന്നെ ഒന്നിലോട്ടും കൊണ്ടുവന്നില്ല എന്നുള്ളതാണ്. പേരിന് വൈസ് പ്രസിഡന്റാക്കി തന്നെ നിർത്തി, അതിനപ്പുറത്തോട്ട് തന്നെ പ്രവർത്തിക്കാൻ ഒരു കാര്യങ്ങൾക്കും അനുവദിച്ചില്ല എന്നുള്ളതും, അദ്ദേഹത്തിന് സീറ്റ് പോലും മത്സരിക്കാൻ കൊടുത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വലിയൊരു ആകാംക്ഷയോടെ കാത്തിരിക്കുക, ഒന്ന് TV-ക്ക് കേരളത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം. തമിഴ്നാട്ടിൽ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ആരാധക ദൈവങ്ങളായി കാണുന്ന, അതായത് സിനിമാ നടന്മാരെയൊക്കെ ദൈവങ്ങളായി കാണുന്ന ഒരു കൾച്ചർ അവർ നോക്കി നമുക്ക് ഒരുപാട് കാണാൻ പറ്റുമോ സാധനം. അതുള്ളത് കൊണ്ട് അവിടെ നടക്കുമായിരിക്കും. കേരളത്തിൽ അത് എത്രത്തോളം വരുമോ എന്നുള്ളതല്ല. കാരണം 10-15 വർഷമായി സുരേഷ് ഗോപി ഞാനിതിപ്പോൾ പിടിക്കും ഇപ്പം പിടിക്കും എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അവസാനം 15 വർഷത്തിന് ശേഷമാണ് തൃശ്ശൂർ അദ്ദേഹത്തിന് പിടിക്കാൻ പറ്റിയത്. അപ്പം അപ്പോഴും സുരേഷ് ഗോപിയുടെ താരപ്രഭു മാത്രമല്ല BJPയുടെ അതെ സംഘടനാ ശേഷി CPM-ന്റെ സഹായം, 3 കാര്യങ്ങളുണ്ട്. CPI ആണ് അവിടെ മത്സരിക്കാൻ നിന്നായിരുന്നത്. CPI-ന്റെ കാലുവാരി CPM കൊടുത്ത സഹായമാണ്. കാരണം എൻ്റെ കൂട്ടുകാരനവിടെ ആ സമയത്താണ് നിന്നായിരുന്നു. അവൻ കൃത്യമായിട്ട് പറഞ്ഞു, അവരുടെ കൂടെ വർക്ക് ചെയ്ത ടീമിലുണ്ടായിരുന്നു. അപ്പം പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് CPM-ന്റെ സപ്പോർട്ട് അവിടെ കിട്ടിയിട്ടുണ്ട് താഴെത്തട്ടിൽ എന്നുള്ളത്. അപ്പം എന്തായാലും അത് അങ്ങനെ ജയിച്ചു വന്നിട്ടുണ്ട്. 15 വർഷത്തിൽ കാത്തു നിൽക്കേണ്ടി വന്നു. ഈ തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക. അതേ തൃശ്ശൂർ തന്നെ കോൺഗ്രസ് നടന്ന നിയമസഭാ ഇലക്ഷനിൽ ഈ പറഞ്ഞ കോർപ്പറേഷനോ. അതെ. അപ്പം ഇന്ന് വളരെ ക്ലിയർ ആണ്, തൃശ്ശൂരുകാർ സുരേഷ് ഗോപിയോടുള്ള സാധനം കൊണ്ടൊന്നുമല്ല, അന്നത്തെ ആ ഒരു ഇതിൽ അങ്ങനെ ആയിപ്പോയി എന്നുള്ളതാണ്. അപ്പം എന്നിരുന്നാൽ പോലും ഈ പറഞ്ഞ TV-ക്ക് സാറിൻ്റെ അഭിപ്രായം എനിക്ക് അറിയേണ്ടത്, ഒന്ന് TV-ക്ക് കേരളത്തിൽ ക്ലച്ച് പിടിക്കാൻ പറ്റുമോ, താരാരാധന തമിഴ്നാട്ടിലുള്ളത് പോലെ കേരളത്തിലോട്ട് വരുമോ, മൂന്നാമത്തെ കാര്യം BJP-യിൽ നിന്ന് ഇപ്പം പറഞ്ഞ പോലെ ഒരുപാട് സിനിമാ നടന്മാർ പോകുന്നു. തൃക്കാക്കര മത്സരിച്ച അഖിൽമാരാർ, അതേപോലെ തന്നെ റോബിൻ രാധാകൃഷ്ണൻ, ഇപ്പതാ ഈ പറഞ്ഞ പോലെ ഒരുപാട് സിനിമാ നടന്മാരുടെ ഒരു കോട്ടയായിരുന്നു കേരളം എന്ന് പറയുന്നത് BJP-ക്ക്. അത് 2020-ലൂടെയൊക്കെ ആണെങ്കിൽ അവർ ഏറെക്കുറെ നടത്തിയെടുത്തു. പക്ഷെ ഒന്നും ആയില്ല, എവിടെ എത്തിയില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. സാർ എങ്ങനെ ഈ വിഷയത്തെ കാണുന്നത്? BJP-ക്ക് അല്ലെങ്കിൽ TV-ക്ക് കേരളത്തിൽ വലിയ TV-ക്ക് എങ്ങനെ തമിഴ്നാട് പിടിക്കാൻ, അതായത് തമിഴ്നാട്ടിൽ അവർക്ക് മേധാവിത്വം ഉറപ്പിക്കാൻ പറ്റിയത് 2-3 കാരണങ്ങളുണ്ട്. ഒരു ശക്തിയും ഭരിക്കുന്ന കക്ഷി വൃത്തികേടുകൾ കാണിക്കുക അല്ലെങ്കിൽ അഴിമതി കാണിക്കുകയോ ചെയ്യുക, അതിനെ എതിർക്കാനായിട്ട് വേറെ ഫലപ്രദമായി ഒരു പ്രവൃത്തിയും ചെയ്യാതെ മറ്റ് പ്രതിപക്ഷ കക്ഷികൾ ഇരിക്കുമ്പോൾ സ്വാഭാവികമായും ജനം അത്രയ്ക്ക് മാത്രം ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, നിരാശ കാണും. ആ നിരാശയുടെ പ്രതിഫലനം റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും മേഖലയിൽ നിന്ന് കൊള്ളാവുന്ന ഒരു നേതാവ് വന്നാൽ അദ്ദേഹത്തിൻ്റെ പുറകെ അല്ലെ അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരക്കാൻ ജനങ്ങൾക്ക് താല്പര്യം കാണും. അത് കാലാകാലങ്ങളുണ്ട്. ഇപ്പോൾ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം തന്നെ TV-ക്ക് പറ്റിയൊരു വളക്കൂറുള്ള മണ്ണാണ്. കാരണം സിനിമാ രാഷ്ട്രീയം, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന അപ്പോൾ കരുണാനിധിയെ, ജയലളിത, അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെ കാറ്റഗറിയിൽപ്പെട്ട മറ്റൊരാളാണ് ആര്? വിജയ്. പക്ഷെ ഇവരെ എതിർക്കുകയും ചെയ്യുന്നു. പക്ഷെ സ്റ്റാലിനേക്കാൾ അവരുടെ കാറ്റഗറിയിൽപ്പെട്ട, ജയലളിതയുടെ കാറ്റഗറിയിൽപ്പെട്ട അല്ലെ കരുണാനിധിയുടെ കാറ്റഗറിയിൽപ്പെട്ട ആൾ വിജയാണ്. അപ്പോൾ വിജയ്ക്ക് സ്റ്റാലിനോടുള്ള വെറുപ്പ് മുഴുവൻ ആരിലേക്ക് വന്നു? വിജയിലേക്ക് വന്നു. മറിച്ച് അവിടെ കോൺഗ്രസോ അല്ലെങ്കിൽ അതുപോലെ മറ്റേ CPM-ഓ അതുപോലെ ഏതെങ്കിലും രണ്ടാമത്തെ കക്ഷി ആയിരുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത്തവണ അവർ ജയിക്കുമായിരുന്നു. BJP വളരെ പുറകിലായിരുന്നു, 3-ഓ 4-ഓ വന്ന കക്ഷി. അല്ല, ഞാൻ ഇതിൽ നോക്കിയ കാര്യം എന്താ പറയുക, എനിക്ക് നോക്കിയപ്പോൾ മനസ്സിലായ കാര്യം DMK-ക്ക് വലിയ തരത്തിലുള്ള കോട്ടം അവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ വോട്ട് ശതമാനത്തിൽ ഒരു 3-4% വോട്ട് ചോർച്ച അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്തോട്ട് അവിടെ ഇല്ലാണ്ടായ ഒരു പാർട്ടി AIADMK എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ്. അവരായിരുന്നു അവിടുത്തെ പ്രതിപക്ഷം. ആ പ്രതിപക്ഷത്തിന്റെ സീറ്റാണ് അല്ലെങ്കിൽ അവരുടെ ഒരു സ്പേസ് ആണ് ഈ പറഞ്ഞ പോലെ TV-ക്ക് ഹൈജാക്ക് ചെയ്തെടുത്തത്. അതെ, ആ AIADMK ഇല്ലാണ്ടാക്കി അവിടെ കയറിയതാണ് TV-ക്ക്. അപ്പം ഈ പറഞ്ഞ പോലെ സിനിമാ നടന്മാർ, ഇപ്പോൾ സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ, അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഫിലിം ഫീൽഡിലുള്ള. അപ്പോൾ തമിഴ്നാട്ടിൽ എക്കാലവും ഈ പറഞ്ഞ പോലെ സിനിമാ നടന്മാർക്ക് ഒരു പ്രത്യേക വിജയ, അതായത് ഒരൊറ്റ ഉദാഹരണം ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി സിനിമാ നടനാണ്, തമിഴ്നാടിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ, രണ്ടുപേരും സിനിമാ നടന്മാരാണ്. അപ്പോൾ ഇത്തരത്തിൽ അങ്ങനെ മാത്രം നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അതേ TV-ക്ക് കേരളത്തിലോട്ട് കാല് വെക്കുമ്പോൾ ഇത്തരത്തിൽ സിനിമാ നടന്മാർക്ക് വലിയ പ്രതീക്ഷയില്ലാത്ത, ഓപ്പില്ലാത്ത കേരളത്തിൽ TV-ക്ക് കയറാൻ പറ്റുമോ എന്നാണ് ചോദ്യം.
അല്ല, കേരളത്തിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട സിനിമാ രംഗത്ത് നിന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം, പേഴ്സണാലിറ്റി, വ്യക്തിത്വം കൊണ്ടും രാഷ്ട്രീയം കൊണ്ടും പെരുമാറ്റം കൊണ്ടും എല്ലാം കൊണ്ടും പ്രേം നസീറായിരുന്നു. ആ പ്രേം നസീർ തോറ്റുപോയി ചിറയൻകീഴ്. ഇപ്പോൾ കേരളത്തിലെ ഇതിനു മുമ്പുള്ള പരീക്ഷണങ്ങളും പരാജയപ്പെട്ടിട്ടുണ്ട് സിനിമാ നടന്മാരെ നിർത്തിയുള്ള. അതിന് പകരം കേരളവും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ദേവൻ ഒന്ന് സിനിമാ രംഗത്ത് ഒരു നടൻ എന്നുള്ളതിനപ്പുറത്തേക്കാൾ കൂടുതൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന നടനല്ല. ഇപ്പം മോഹൻലാലോ മമ്മൂട്ടിയോ അല്ലെ ഈവൻ സുരേഷ് ഗോപിയോ ദിലീപിനോ പോലുള്ള താരാ വർഷിപ്പ് ഫാൻസ് അസോസിയേഷൻ ദേവനില്ല. ദേവൻ വിചാരിച്ച സിനിമ ജയിപ്പിക്കാൻ കഴിയില്ല. ഇവർ ഞാൻ മുമ്പ് പറഞ്ഞ ആരും പ്രധാനപ്പെട്ട നായകനായിട്ട് വന്നു കഴിഞ്ഞാൽ പല സിനിമകളും വിജയിച്ചിട്ടുണ്ട്. ദേവൻ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ പബ്ലിക് കോണ്ടാക്ട്. ഇപ്പോൾ ദേവന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടോ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ല. പ്രസിഡന്റ് ആക്കി നിർത്തിയെന്നല്ലാണ്ട് എന്നെ കൊണ്ട് അവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ദേവൻ എന്ത് ചെയ്യണോ അല്ലെ ദേവന് ഇനിഷ്യേറ്റീവ് ഇല്ല എന്നൊക്കെ ഒരാളാണ്. ഇനിഷ്യേറ്റീവ് ഉള്ള ഒരാളാണെങ്കിൽ ദേവൻ ജോലി അങ്ങ് തുടങ്ങുക. സുരേഷ് ഗോപിക്ക് ആ ഒരു മെച്ചം ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് പാർട്ടിയൊന്നും നോക്കാതെ സ്വന്തമായിട്ട് വർക്ക് ചെയ്ത് കയറാൻ പാർട്ടിക്കാർക്ക് ഉയരത്തിലെത്തി. ഇപ്പൊ സുരേന്ദ്രൻ ചെല്ലുന്ന മീറ്റിംഗ് ചെല്ലുന്നതിനൊക്കെ കൂടുതൽ ആള് സുരേഷ് ഗോപി ചെല്ലുന്ന മീറ്റിംഗ് വരും. ഇവിടെ പക്ഷെ അങ്ങനെ വരുമോ? ദേവൻ ചെന്നാൽ വരുമോ? അതില്ല, പറ്റത്തില്ല. ആ താരപരിവേഷം ദേവനില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ TVK എന്ന് പറഞ്ഞാൽ അവിടെ തമിഴ് വെട്രി ഘടകമാണ്. ഇവിടെ വേണേൽ കേരള വെട്രി ഘടകം ഉണ്ടാക്കാൻ പറ്റണം, പുതിയ പാർട്ടി ഉണ്ടാക്കാൻ വേണം, പേരിൽ തന്നെ മാറ്റം വരുത്തേണ്ടി. ഇവിടെ ഒരു ഐഡിയോളജിക്കൽ കൺസെപ്റ്റിലാണ് മത്സരിക്കുന്നെങ്കിൽ, ഒരു ആ പശ്ചാത്തലത്തിലാണ് മത്സരിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും കുറേ വോട്ട് പിടിക്കാൻ പറ്റും. ഇവിടെ നമ്മുടെ ആം ആദ്മി മത്സരിച്ചപ്പോൾ നമ്മളിരിക്കുന്ന എറണാകുളത്ത് തന്നെ അനിതാ പ്രതാപ് എന്ന് പറഞ്ഞാൽ പത്രപ്രവർത്തന രംഗത്ത് നിന്ന് വന്ന ആളാണ് അനിതാ പ്രതാപ്. പക്ഷെ അവർക്ക് എക്സെപ്ഷനായിട്ട് കുറേ വർക്കുണ്ടായിരുന്നു. അവരുടെ പ്രഭാകരനുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ആ അനിതാ പ്രതാപ് 50,000-അടുത്ത് വോട്ട് പിടിച്ചു, എറണാകുളത്ത് പിടിച്ചു. അപ്പോൾ എറണാകുളത്തിൻ്റെ ഗ്രൗണ്ട് എന്താണെന്ന് മനസ്സിലായല്ലോ. കോൺഗ്രസ് സ്വാധീനമുള്ളിടത്ത് പിടിച്ചു, അനിതാ പ്രതാപ് പിടിച്ചു. അതുപോലെ നൂറുദ്ദീൻ, KP നൂറുദ്ദീൻ എന്ന് പറഞ്ഞ് ചാലക്കുടി പാർലമെൻറ്റിലെ ചാലക്കുടി പാർലമെൻറ്റിൽ KP നൂറുദ്ദീൻ പിടിച്ചു. അപ്പോൾ ഇങ്ങനത്തെ അനുഭവങ്ങൾ കേരളത്തിലുണ്ട്, വേണമെങ്കിൽ ചെയ്യുന്ന. പക്ഷെ അതിനെ മറികടന്ന് കോൺഗ്രസ് CPM എന്നുള്ള ബൈപ്പോളാർ സിസ്റ്റത്തിലേക്ക് വന്നിരിക്കുകയാണ്. DMK ഇടയ്ക്ക് കയറി, അല്ല DMK BJP ഇടയ്ക്ക് കയറി വന്നിട്ടുണ്ട്. ആ ഇപ്പോൾ ഏത് സ്ലോട്ടിലേക്ക് നമ്മൾ സ്ലോട്ട് പറഞ്ഞ ഏത് സ്ലോട്ടിലേക്ക് TVK ഉൾക്കൊള്ളിക്കും, അല്ലെ തമിഴ്നാട് ബോർഡർ ഷെയർ ചെയ്യുന്ന സ്ഥലങ്ങളെത്തും, കുറച്ച് തമിഴ്നാട് ടച്ചുള്ള സ്ഥലങ്ങൾ ഒരു പക്ഷേ കുറച്ച് വോട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? അതിനപ്പുറത്തോട്ട് സീറ്റ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അല്ല മൂന്നാർ നാറുകോൽ ഭാഗം ഈ രണ്ട് സ്ഥലത്തിൽ കുറേശ്ശെ വ്യത്യാസം വരുത്താം. പാലക്കാടും ചിലപ്പോൾ നേരിയ വ്യത്യാസം. പക്ഷെ ഇവിടെ ഫോർമിഡബിളായിട്ട് വർക്കേഴ്സും പ്രവർത്തനം നടക്കാന്നേ. ഇവിടെ TVK വന്നാൽ നഷ്ടം വരാൻ പോകുന്ന ആൾക്കാർക്കെന്നറിയോ? ഒന്ന് BJPയുടെ വോട്ട് പോകും, രണ്ട് പോകുന്ന CPM-നായിരിക്കും. എനിക്ക് തോന്നുന്നു BJPയേക്കാൾ വോട്ടിന് അപ്പുറത്തോട്ട് CPM-ന്റെ വോട്ട്, കാരണം കോൺഗ്രസിന്റെ വോട്ടിനെ സ്വാധീനിക്കും. CPM-നോട് എതിർപ്പ് വരുന്ന ആൾക്കാർ കോൺഗ്രസിൽ ചേരാൻ മടിയുള്ള ഒത്തിരി പേര് കാണും. കോൺഗ്രസ് വിരോധമായിരുന്നല്ലോ അവർ ഇത്ര നാളും വിളിച്ച മുദ്രാവാക്യം. അത് പ്രകടിപ്പിക്കാൻ പറ്റുന്ന വേറൊരു മാധ്യമം വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കോൺഗ്രസിന് കൊടുക്കുന്നതിനേക്കാൾ നല്ലതല്ലേ BJP കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ആർക്ക് കൊടുക്കുന്നതെന്ന് വിചാരിക്കും? TVK കൊടുക്കുന്നത്. തിരിച്ചു സംഭവിക്കാം. കോൺഗ്രസിന്റെ മടുപ്പുള്ള ആൾക്കാരെ എന്നാൽ CPM-ന് ഇത്രയും കാലം തെറി വിളിച്ച ആൾക്കാർ എങ്ങനെ ഇപ്പൊ CPM-ന് വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരുപാട് കോൺഗ്രസ് പേരുണ്ടാവും. അവരും തിരിച്ച് പറഞ്ഞ പോലെ TVK-യിലോട്ട് പോകാൻ. കോൺഗ്രസിനോടുള്ള ആ എതിർപ്പ് ഡെവലപ്പ് ചെയ്യാൻ കുറച്ചുകൂടെ സമയമെടുക്കും. ഇവർ ആദ്യം തന്നെ ചാടിക്കറി എതിർക്കാൻ തുടങ്ങി. ഒരു 6 മാസമെങ്കിലും അയാൾ ഇരിക്കാൻ സമ്മതിച്ചിട്ട് ആ ഓരോ വീക്ക്നെസ്സിനെ എതിർക്കുന്നതിന് പകരം നമ്പർ 1 തൊട്ട് എതിർക്കാൻ തുടങ്ങുകയാണ്. ട്രാൻസ്പോർട്ട് എനിക്ക് തോന്നുന്നു കോൺഗ്രസ് CPM-ന്റെ വോട്ട് ഹൈജാക്ക് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് കോൺഗ്രസിന്റെ വോട്ട് ഇല്ലാണ്ടാക്കുക എന്നുള്ളത്. കാരണം ഏറ്റവും വലിയ ഉദാഹരണം ഡൽഹിയിൽ ഷീലാ ദീക്ഷിത് എങ്ങനെ ഇല്ലാണ്ടായി എന്നുള്ളത്. കാരണം ഈ പറഞ്ഞ പോലെ കണ്ണ് ചിമ്മി തുറക്കുന്നതിന്റെ വേഗത്തിലാണ് ആ പാർട്ടി അവിടെ നാമാവശേഷമായി മാറിയത്. ഷീലാ ദീക്ഷിത്തിന്റെ പശ്ചാത്തലം അല്ലെ കോൺഗ്രസിന്റെ പശ്ചാത്തലം കേരള ഒഴികെയുള്ള സംസ്ഥാനങ്ങൾ, കേരള ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും സംഘടനയില്ല. രാഹുൽ ഗാന്ധി പോകുമ്പോൾ ഒരു ജാഥ നടത്താൻ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾ കാണും. ആ വോട്ട് മെറ്റീരിയലൈസ് ചെയ്യാൻ ഉള്ള സംഘടനാ ബലം ഇല്ല. 2 സംഭവങ്ങൾ പറയാം. ഒന്ന്, രാജസ്ഥാനിലും മധ്യപ്രദേശിലും കർഷക സമരം സജീവമായിട്ട് നടന്നു. ഇലക്ഷൻ വന്നു, ഗവൺമെൻറ്റിനെതിരായിട്ട് വോട്ട് ചെയ്യണം. അവിടെ ആ ഇലക്ഷനിൽ മാത്രം 2 സ്റ്റേറ്റിലും കോൺഗ്രസിന് നല്ല പ്രകടനം നടത്താൻ പറ്റി. അവിടെ CPM ഇല്ല, എതിർകക്ഷി വേറെ ഒന്നുമില്ല. ഇവർക്ക് വോട്ട് ചെയ്യണമെങ്കിൽ ഈ ഒറ്റ പാർട്ടിയേ ഉള്ളൂ. അങ്ങനെ കോൺഗ്രസിന് വോട്ട് കിട്ടി. കേരളത്തിൽ അങ്ങനെയല്ല, സംഘടനയുണ്ട്. പേരിനാണേലും കേരളത്തിലും ഈ പറഞ്ഞ പോലെ എനിക്ക് സംഘടന എന്ന് പറയുമ്പോൾ ഉണ്ടാവാമായിരിക്കാം, താഴെത്തട്ടിലൊക്കെ ഉണ്ട്. പക്ഷെ അതത്ര സിസ്റ്റമാറ്റിക്കലി പ്രവർത്തിക്കുന്ന രീതിയല്ല. പലപ്പോഴും ഒരു കൂട്ടായ്മ മാത്രമാണ്. അങ്ങനത്തെ ഒരു സംഘടനാ സംവിധാനം കോൺഗ്രസിന് വേണ്ട. കോൺഗ്രസ് വളർന്നു വന്നിരിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ കോൺഗ്രസ് അടിസ്ഥാന ബേസ് എന്ന് പറയുന്നത് 3 സമുദായ സംഘടനകളെ
ആശ്രയിച്ചാണ് വളർത്തിയെടുത്തിരിക്കുന്നത്. വിമോചന സമരകാലം തൊട്ട് CPM-നെ എതിർത്ത് തോൽപ്പിച്ച വിമോചന സമരത്തിൻ്റെ പിന്നിൽ സഹായിച്ച ശക്തികളുണ്ട്. ക്രൈസ്തവ സഭ, മുസ്ലിം ലീഗ്, ലീഗ് എന്ന് പറയേണ്ട മുസ്ലിംസ്, NSS, SNDP മാത്രം ഇടത്ത് പക്ഷത്തോടൊപ്പം നിന്നുള്ളൂ. അതിപ്പോഴും ആ പാറ്റേൺ അങ്ങ് തുടരുക. വലിയ മാറ്റമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നാൽ 1% വോട്ട് 2% ഈ ഇലക്ഷന് മാത്രമേ ഇത്തിരി കൂടുതൽ വ്യത്യാസം വന്നുള്ളൂ, ഇത്രയും ഭൂരിപക്ഷത്തിലേക്ക് വന്നുള്ളൂ. പക്ഷേ ഇവിടെ കണ്ടത് കോൺഗ്രസ് പിടിച്ചു നിൽക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉരുക്ക് കോട്ടകൾ എന്ന് പറഞ്ഞാൽ പല കോൺസ്റ്റിറ്റ്യുവൻസി മലബാർ തകരുക. ഇപ്പോൾ പയ്യന്നൂർ, MV ഗോവിന്ദൻ്റെ അങ്ങ് അത്ര തളിപ്പറമ്പ് ഇതെല്ലാം അങ്ങ് തകരുകയായിരുന്നു. തൃക്കരിപ്പൂർ സന്ദീപ് വാര്യർ പോയി ജയിക്കാന്ന് ആലോചിച്ച് നോക്കണം. അതാരും കരുതാത്തൊരു സീറ്റായിരുന്നു. ആരും ഉപേക്ഷിച്ച സീറ്റാ കോൺഗ്രസ്സുകാർ ഉപേക്ഷിച്ചു. ആരും സന്ദീപ് വാര്യർ പറഞ്ഞത് നിന്നെ ഈ പറഞ്ഞ പോലെ ചാവേറാക്കാൻ കൊടുക്കണം. അങ്ങനെ തന്നെയായിരുന്നു ആരുടെയും ഫീലിംഗ് ആദ്യം. ഞാൻ അങ്ങനെ അങ്ങോട്ട് പോകും. അതുപോലെ ധർമ്മടം ഉപേക്ഷിച്ചല്ലേ, ഇവനെ കൊണ്ട് പറ്റിയില്ല. വിജയനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നല്ലോ, അവനെ കുറേക്കൂടെ സഹായിച്ചിരുന്നാൽ അവൻ 6 റൗണ്ട് വരെ അവൻ മുമ്പിൽ നിൽക്കാന്നേ. അബ്ദുൾ റഷീദ് അവനെ കുറേക്കൂടെ സഹായിച്ചിരുന്നാൽ ചിലപ്പോൾ പിണറായി വിജയൻ ഓടി ഇരിക്കുമായിരുന്നു. ഒറ്റ നേതാവ് പോലും പ്രസംഗിക്കാൻ പോയില്ല. ഷാഫി പറമ്പിലിനെ പല പ്രാവശ്യം വിളിച്ചു, ചെല്ലാമെന്ന് പറഞ്ഞു, ചെന്നില്ല. അവിടെ അങ്ങനെ ഒരു കാർഡുകളൊക്കെ പ്രചരണം നടത്തിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പിണറായി വിജയൻ ജയിച്ചോട്ടെ എന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് തോന്നിയെങ്കിലോ, രമേശ് ചെന്നിത്തലയ്ക്കും KC വേണുഗോപാലിനും സതീശനും തോന്നിയിട്ടുണ്ടെങ്കിലോ അങ്ങനെയാകാം. അതുകൊണ്ട് മുമ്പ് ഇവിടെ തോറ്റോട്ടെ എന്ന് വിചാരിച്ച് കാണും. സന്ദീപ് വാര്യരെ കുറിച്ച് സന്ദീപ് വാര്യർ വരുന്ന പലർക്കും പേടി കാണും, പാലക്കാടിൻ്റെ രാഷ്ട്രീയം എല്ലാം കൊണ്ട്. പക്ഷെ മാറി എവിടെ കൊണ്ടാണ് കൊടുത്തതെന്ന് ആലോചിക്കണം. CPM മാത്രം ജയിച്ച കോട്ടയെ കൊണ്ട് കൊടുക്കുകയാണ്. സന്ദീപ് വാര്യർ തുടക്കത്തിൽ പറഞ്ഞത് പാലക്കാട് കൊടുക്കും, അല്ലെങ്കിൽ ഒറ്റപ്പാലത്ത്, ഷൊർണൂർ, പട്ടാമ്പിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൃശ്ശൂരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നേരിട്ട് BJP ആയിട്ട് മത്സരിക്കട്ടെ എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ മത്സരിച്ചാൽ ജയിച്ചേക്കുമെന്നോ ഇയാൾക്ക് സന്ദീപ് ഇപ്പം രമേശ് ചെന്നിത്തലയ്ക്കോട്ട് പറഞ്ഞേക്കാം, താങ്കൾ അവിടെ ജയിച്ചു, അല്ല അങ്ങനത്തെ ധാരണകൾ നേതാക്കന്മാർ തമ്മിലുണ്ടാവും, പരസ്പരം എതിർക്കാതിരിക്കാണ്ട് ധാരണ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളപ്പം സന്ദീപ് വാര്യരെ തോൽപ്പിച്ച് കിട്ടണമെന്നുള്ള ആരുടെ ആഗ്രഹമായിരുന്നു? BJPയുടെ ആഗ്രഹമായിരിക്കും. സന്ദീപ് അവിടെ നിന്നല്ലാതെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് BJP ആയിരിക്കും. BJP. അപ്പം മാർക്സിസ്റ്റുകാരെക്കാൾ കൂടുതൽ സന്ദീപിനെ തോൽപ്പിക്കാൻ BJP രംഗത്തിറങ്ങും. BJP നോക്കി. പക്ഷെ അതിനെയും മറികടന്ന് സന്ദീപ് ജയിച്ചെങ്കിൽ CPM-നോടുള്ള വിരോധം എന്തായിരുന്നു? അപ്പോൾ TVK എന്ന് പറഞ്ഞാൽ വിജയിൻ്റെ പാർട്ടി, വിജയ് ഇതുവരെ പ്രത്യയശാസ്ത്രപരമായിട്ടൊന്നും ഒരു ലൈനും എടുത്തിട്ടില്ല. പക്ഷേ പ്രത്യയശാസ്ത്രത്തെക്കാൾ കൂടുതൽ ജനങ്ങൾ പ്രായോഗികമായി മറ്റ് സൗകര്യങ്ങൾ അത് ഭംഗിയായിട്ട് അവാർഡ് ചെയ്യുന്നുണ്ട്. ഇത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും മുമ്പിൽ വന്നത് ഈ ഫ്രീബീസ് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞാണ്. അത് CPM-ൻ്റെ അതിനകത്ത് പറച്ചിൽ മാത്രമായി പ്രവൃത്തിയിലേക്ക് വരാതിരുന്നപ്പോഴാണ് CPM-നോട് അതിർത്തി. അതിൻ്റെ കൂടെ അഴിമതി. നടൻ ദേവനെ ഈ പറഞ്ഞ പോലെ ഓൾറെഡി ഫിലിം ഫീൽഡ് വർക്ക് ചെയ്ത ഒരാളായതുകൊണ്ട് മമ്മൂട്ടിയെയും മോഹൻലാലിനെ പോലുള്ള പ്രമുഖ നടന്മാരെ അദ്ദേഹത്തിന്റെ പുതിയ പാർട്ടി, അതായത് TVK ആയിട്ട് കൊണ്ടുവരാനുള്ള ചാൻസ് കാണുന്നു. നേരെ മറിച്ചാണ് മോഹൻലാലും മമ്മൂട്ടിയാണ് ഇതിന് നേതൃത്വം കൊടുക്കാൻ വന്നിരുന്നെങ്കിൽ വ്യത്യാസം വരുമായിരുന്നു. ദേവന്റെ പേരിൽ അത് വരികയില്ല. ദേവന്റെ പേരിൽ ഇപ്പോൾ മോഹൻലാലും മമ്മൂട്ടി ഒരു നല്ല കേരളത്തിന് വേണ്ടി ഒരു മാനിഫെസ്റ്റോ പറഞ്ഞ് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി എങ്ങനെയാണ് ജയിക്കുന്നത്? BJPയുടെ അല്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഏതൊരു കുടുംബശ്രീക്കാർക്ക് കാശ് വേണം, ഓണാഘോഷത്തിനൊക്കെ ആയിട്ട് കാശില്ല, ഫണ്ടില്ല. 4 ലക്ഷം രൂപ എത്രയാണ് അയാളുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുകയെന്ന്. അപ്പോൾ ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഓട്ടോറിക്ഷക്കാരോട് ചോദിച്ചു, CPM-ൻ്റെ CIT സ്റ്റാൻഡിന് ചോദിച്ചു ഓട്ടോറിക്ഷ സുരേഷ് ഗോപി സാറിനൊരു ഗുണമുണ്ട്. 10,000 രൂപ ഒരു ഓപ്പറേഷനുള്ള ചികിത്സയ്ക്കോ സഹായിക്കാമെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ദിവസം ആ കൃത്യമായ പൈസ അവരുടെ വീട്ടിലെത്തിയിരിക്കും. അങ്ങനെ ചെയ്യുന്ന ഏത് പൊതുപ്രവർത്തനം ഉണ്ടെന്ന് ചോദിച്ചു. അല്ല, അങ്ങനെ ഒരു മെച്ചത്തിൻ്റെ പുറത്താണ് സുരേഷ് ഗോപിക്ക് അവിടെ ആദ്യം വോട്ട് കിട്ടിയത്. പിന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വേറെ. ആ ഒരു വ്യക്തിത്വമൊക്കെ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ സിനിമാ നടനേക്കാൾക്കുള്ള അങ്ങനെ ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. ദേവനുണ്ടോ? എന്തായാലും ദേവന്റെ ഈ രാഷ്ട്രീയ മാറ്റം വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചർച്ച പോലും ആവില്ല. അതെ, ചർച്ചാ വിഷയം പോലും ആവില്ല. ഒന്ന് അസമയത്താണ് മാറ്റം. ഒരു തെരഞ്ഞെടുപ്പിന് ഒരു 6 മാസം മുമ്പൊക്കെയാണ് പിടിച്ചു നിൽക്കാൻ പറ്റും. വിജയ് പോലും രംഗത്ത് വന്നപ്പോഴാണ്, സജീവമായി വന്നപ്പോഴാണ്. ഇലക്ഷന് വെറും ഒരു വർഷം മുമ്പാണ്. അതിനിടയ്ക്ക് ഓർഗനൈസേഷൻ ദേവൻ കേരളത്തിലെ ജനങ്ങളോട് എന്ത് പറയാനുണ്ട്? എനിക്കിങ്ങനെ BJPയിൽ അക്കോമഡേഷൻ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ TVK-യിലേക്ക് പോവാണ്. എനിക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടപ്പോഴാണ് ഇന്ന കാര്യങ്ങൾ ഞാൻ BJPയുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തു, ഇന്ന കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്തു, അത് BJP നേതൃത്വം അംഗീകരിച്ചില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നെന്ന് പറയത്തില്ലേ? അല്ലെ പറയാം മുല്ലപ്പെരിയാർ. ഇപ്പം മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ ദേവൻ എന്നാ പറയും? പൊളിക്കണോ വേണ്ടയോ? ഒത്തിരി ഇങ്ങനത്തെ കോൺട്രവേഴ്സ്യൽ പ്രശ്നങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റണം. വിജയ് എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ ഇവിടെ തൃശ്ശൂർ ഉണ്ടാക്കിയ ഇമേജ് തമിഴ്നാട് മുഴുവൻ ഉണ്ടാക്കി. പിന്നെ DMK കറപ്റ്റ് ആണെന്ന് ആദ്യം തൊട്ടേ എല്ലാവർക്കും അറിയാം. കരുണാനിധി ഇവരെല്ലാം കറപ്ഷൻ്റെ ആശാന്മാരെല്ലാവരും എല്ലാ തരത്തിലും.
പിന്നെ കോൺഗ്രസ് വിരുദ്ധ അല്ലെങ്കിൽ BJP വിരുദ്ധ എന്ന് പറഞ്ഞാൽ അവർക്കില്ല. കോൺഗ്രസിൻ്റെ കൂടെ എത്ര പ്രാവശ്യം കൂടിയിട്ടുണ്ട്? കോൺഗ്രസ് മുന്നണിയിൽ എത്രയോ പ്രാവശ്യം DMK വന്നിട്ടുണ്ട്. ആ മാറ്റം വന്ന് എന്തും ആകാമെന്നുള്ള CPM ലൈനിലേക്ക് DMK വന്നു. പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ സുഹൃത്തും സ്റ്റാലിനായിരുന്നു. ഞാൻ ചിലപ്പോൾ തമാശനാണെങ്കിൽ പോലും പറയും, BJPയുടെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരെന്നൊരു ചർച്ച ചോദിച്ചപ്പോൾ ഒറ്റ ഉത്തരം പറഞ്ഞത് ആരായിരിക്കും? പിണറായി വിജയനായിരിക്കും എന്നാണ്. ഇവിടെ TVK അങ്ങനത്തെ ഒരു പാർട്ടി ഉണ്ടാവില്ലെന്നറിയില്ല. വന്നാൽ ഇപ്പം തൽക്കാലം ഇന്നത്തെ സ്ഥിതി വെച്ച് പറഞ്ഞാൽ ഒരു പ്രതിഫലനവും പ്രതികരണവും ഉണ്ടാക്കാൻ പോകുന്നില്ല.